ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി ഈ തെലുങ്ക് വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. നാളെ പുഷ്യ തിങ്കളാഴ്ചയാണ്. ഇത് വെച്ച് ദീപം തെളിയിച്ചാൽ മതി. കടുത്ത ദരിദ്രനാണെങ്കിൽ പോലും ധനികനാകുന്നത് ഉറപ്പാണ്. പുഷ്യമാസത്തിലെ തിങ്കളാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ പുണ്യ ദീപാരാധന നടത്തിയാൽ ധനലാഭം ഉണ്ടാകും. ജാതക ദോഷങ്ങൾ നീങ്ങി നിങ്ങളുടെ ഭാഗ്യം തെളിയും. പുഷ്യമാസം ശനീശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇവിടെ തിങ്കളാഴ്ചകൾ ശിവന്റെ അനുഗ്രഹം നേടാൻ ഉത്തമ ദിവസങ്ങളാണ്. ഈ ദീപം തെളിയിക്കുന്നതിലൂടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഭാഗ്യം തെളിയും. ദരിദ്രർ ധനികരാകും. രോഗികൾ ആരോഗ്യവാന്മാരാകും. ദോഷഗ്രസ്തർക്ക് മുക്തി ലഭിക്കും. പുഷ്യ തിങ്കളാഴ്ചയിലെ ദീപാരാധന പാപങ്ങളെ നീക്കി മനസ്സിന് ശാന്തി നൽകും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രശ്നങ്ങൾ ഒഴിഞ്ഞുപോകും. കടബാധ്യതകളാൽ പലരും ബുദ്ധിമുട്ടുന്നുണ്ടാകും. എത്ര കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് ഒട്ടും ഗുണം ലഭിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടുന്നു. കടബാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്താലും ഞങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒഴിയുന്നില്ല. ഒരിക്കലും മനസ്സമാധാനം ഇല്ല. പണം വരുന്നു പോകുന്നു. ഒരു രൂപ പോലും നിൽക്കുന്നില്ല. വെള്ളം പോലെ ചെലവായി പോകുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നു മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ പലരും കഷ്ടപ്പെടുന്നുണ്ടാകും. മനുഷ്യന്റെ ജീവിതം മുഴുവൻ പണത്തെ ആശ്രയിച്ചിരിക്കുന്നു. എത്ര പ്രശ്നങ്ങളുണ്ടായാലും രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ, കുടിക്കുന്ന വെള്ളം മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ, വായു ഒഴികെ എല്ലാം നമ്മൾ വാങ്ങേണ്ടി വരും. പണത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ ചിലരെ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ പ്രയത്നത്തിലൂടെ കോടികൾ സമ്പാദിക്കുന്നുണ്ടാകും. എന്നാൽ ചിലരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി വരെ വെയിലും മഴയും വകവയ്ക്കാതെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി എത്രയധികം പ്രയത്നിച്ചാലും അവർക്ക് ആ പ്രയത്നത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കാതെ പലതരം കടങ്ങളിൽ മുങ്ങിപ്പോകുന്നുണ്ടാകും. ഇങ്ങനെ പലതരം സാമ്പത്തിക പ്രശ്നങ്ങളാലും കടം പ്രശ്നങ്ങളാലും വലയുന്നുണ്ടാകും. എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും കയ്യിൽ പണമില്ലാതെ പലരും ബുദ്ധിമുട്ടുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ നാളെ തിങ്കളാഴ്ച വീട്ടിൽ ഇത് വെച്ച് ദീപം കൊളുത്തുക. ഈ ദീപം നിങ്ങളുടെ ജാതകത്തിലുള്ള ദോഷങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ദാരിദ്ര്യത്തെയും, അതുപോലെ പലർക്കും മനുഷ്യരുടെ ദൃഷ്ടി വളരെ കൂടുതലായിരിക്കും, വീട്ടിലും ആളുകളിലും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നതിനായി ഈ ദീപം വളരെ അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. ദീപത്തിൽ ഇത് ചേർക്കുന്നത് വഴി നമുക്കുള്ള കടബാധ്യതകളെല്ലാം തീർക്കാനും അടഞ്ഞുകിടക്കുന്ന ധന കവാടങ്ങൾ തുറക്കാനും അതുപോലെ നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാനും ഈ ദീപം വളരെ വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കും. അതുകൊണ്ട് ചില നിയമങ്ങൾ പാലിച്ച് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഫലം വേഗത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്ത് ചേർത്ത് ദീപം കൊളുത്തണം? ദീപം കൊളുത്തുന്നതിനു മുമ്പ് എന്ത് നിയമങ്ങൾ പാലിക്കണം എന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി അറിയാം. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. അതുപോലെ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് വന്നാൽ, നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ശുചിയായി കുളിയും മറ്റ് കാര്യങ്ങളും പൂർത്തിയാക്കുക. ഇനി നമ്മളിൽ പലർക്കും ജാതകത്തിൽ ദോഷങ്ങൾ കൂടുതലായിരിക്കും. വീണ്ടും പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടി വലയുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് വിഭൂതിയുണ്ടാകും. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരും. ശിവക്ഷേത്രത്തിൽ വിഭൂതിയുണ്ടാകും. ആ വിഭൂതി കൊണ്ടുവന്ന് നിങ്ങൾ തിങ്കളാഴ്ച മറക്കാതെ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് വിഭൂതി കലക്കി കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ദോഷങ്ങൾ മാറി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ കാര്യവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ നിങ്ങൾ അലക്കിയ വസ്ത്രങ്ങൾ നിർബന്ധമായും ധരിക്കണം.
ഏതെങ്കിലും അഴുക്കായ വസ്ത്രങ്ങളോ ഇങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലാതെ അലക്കിയ വസ്ത്രങ്ങൾ ആയിരിക്കണം. കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കരുത്. ഇനി മറ്റ് ഏത് നിറം ധരിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ ധരിച്ച് നിങ്ങൾ തിങ്കളാഴ്ച പ്രത്യേകമായി ശിവൻ പൂജകൾ ചെയ്യണം. ശിവനെ ഭോല ശങ്കരനായി നമ്മൾ ആരാധിക്കാറുണ്ട്. സാക്ഷാൽ ആ ശിവൻ ഒരു ചെമ്പ് വെള്ളം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ശിവൻ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ദൈവമാണെന്ന് പറയാം. ശിവനെ ഭോലാശങ്കരൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തെ അഭിഷേക പ്രിയനായും പറയാറുണ്ട്. അഭിഷേകങ്ങളെ കൂടുതലായി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ ശക്തിക്കനുസരിച്ച് നാളെ തിങ്കളാഴ്ച ശിവൻ അഭിഷേകം ചെയ്യുക. ചിലർ പാലുകൊണ്ട്, പഞ്ചാമൃതം കൊണ്ട്, തേൻ കൊണ്ട് ഇങ്ങനെ പലതരം അഭിഷേകങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ശക്തിക്കനുസരിച്ച് നിങ്ങൾ ശിവൻ അഭിഷേകം ചെയ്യുക. അത്ഭുതകരമായ ഫലം ലഭിക്കും. ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കരുതുന്നുവെങ്കിൽ ഒരു ചെമ്പ് വെള്ളം കൊണ്ട് ശിവൻ അഭിഷേകം ചെയ്ത് നിങ്ങൾ എന്ത് ആഗ്രഹം ആഗ്രഹിച്ചാലും അത് തീർച്ചയായും സഫലമാകും. തിങ്കളാഴ്ച പലരും ശിവക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. അതുപോലെ ഉപവാസം അനുഷ്ഠിച്ച ശിവൻ വളരെ ഭക്തിയോടെ പൂജകൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എണ്ണം വളരെ കുറയും. നാളെ നിങ്ങൾ അമ്പലത്തിൽ പോയില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ നന്നായി പൂജ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ശിവനും പാർവതി ദേവിയും ഒരുമിച്ചിരിക്കുന്ന ചിത്രത്തിന് നിങ്ങൾ പൂജ ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും മഹത്തായ ഫലം ലഭിക്കും. നന്നായി ശുദ്ധമായ വെള്ളം കൊണ്ട് ചിത്രങ്ങൾ തുടച്ച് ചന്ദനം തേച്ച് ചന്ദനവും കുങ്കുമവും കൊണ്ട് അലങ്കരിച്ച് ശിവൻ ഇഷ്ടപ്പെട്ട കണിക്കൊന്ന പൂക്കൾ കൊണ്ട് നന്നായി അലങ്കരിക്കുക. ഒരുപക്ഷേ കണിക്കൊന്ന പൂക്കൾ ലഭ്യമല്ലെങ്കിൽ ചെമ്പരത്തി പൂക്കൾ കൊണ്ടെങ്കിലും ഇങ്ങനെ നന്നായി അലങ്കരിച്ച് ശിവന്റെ അടുത്ത് ദീപം തെളിയിക്കണം. ദീപം തെളിയിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാൽ ആ ദീപത്തിൽ നിങ്ങൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് തെളിയിക്കുമല്ലോ. എന്നാൽ നിങ്ങൾ ദീപത്തിൽ 2 തിരികൾ ഇടണം. ഇത് ഓർമ്മിക്കുക. എപ്പോഴാണെങ്കിലും ദീപത്തിൽ പലരും അറിയാതെ ഒരു തിരിയിട്ട് ദീപം തെളിയിക്കാറുണ്ട്. ഒരു തിരിയിട്ട് വിളക്ക് തെളിയിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അടുത്ത് ദീപാരാധന ചെയ്യുമ്പോൾ എപ്പോഴും 2 തിരികൾ ചേർത്ത് വേണം ദീപാരാധന ചെയ്യാൻ. 2 തിരികൾ തെളിയിക്കണം. ഒരു വശത്ത് ഒരു തിരിയും മറുവശത്ത് ഒരു തിരിയും. 2 തിരികൾ ചേർത്ത് ഒരു തിരിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു വശത്ത് ഒന്നും മറുവശത്ത് ഒന്നും, അങ്ങനെ 2 തിരികൾ ഇട്ട് ദീപാരാധന ചെയ്യണം. അങ്ങനെ എണ്ണ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പശുവിൻ നെയ്യ് ഉപയോഗിച്ചോ ദീപാരാധന ചെയ്യുക. അതുപോലെ ഈ ദീപാരാധനയ്ക്ക് മുൻപ് പലരും വീട് വൃത്തിയാക്കാതെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് സാധാരണയായി ചെയ്യാറുണ്ട്. എന്നാൽ വീടും നിങ്ങൾ തീർച്ചയായും വൃത്തിയാക്കണം. വീട് മുഴുവൻ വൃത്തിയായി തുടച്ച് നന്നായി കുളിക്കണം. തല കുളിക്കുക. തിങ്കളാഴ്ച തല കുളിക്കുന്നത് നല്ലതാണ്. കുളി പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചെയ്യണം. പ്രഭാത ഭക്ഷണം കഴിച്ച് ചായ കുടിച്ചതിന് ശേഷം ചിലർ കുളിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം തിങ്കളാഴ്ച തല കുളിച്ചാൽ കോടി ജന്മങ്ങളിലെ പാപം ഉണ്ടാകും. കോടി വിളക്കുകൾ അണച്ചതിന് തുല്യമായ പാപമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച ഭക്ഷണമോ പ്രഭാത ഭക്ഷണമോ കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ തല കുളിക്കുക. തിങ്കളാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷമേ പ്രഭാത ഭക്ഷണം കഴിക്കാവൂ. ചില സ്ത്രീകൾ എല്ലാ ജോലികളും പൂർത്തിയാക്കിയതിനു ശേഷം കുളിക്കാറുണ്ട്. അതായത് വീട് തൂത്ത്, ഭക്ഷണം പാകം ചെയ്ത്, കുട്ടികൾക്ക് ബോക്സ് കെട്ടി അതിനുശേഷം കുളിച്ച് പൂജ ചെയ്യാറുണ്ട്. അത്രയും നേരം പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചായയോ കാപ്പിയോ കുടിക്കാറുണ്ട്. ചായ കാപ്പി കുടിച്ച് വീട്ടുജോലികൾ ചെയ്ത് അതിനുശേഷം കുളിച്ച് ദീപാരാധന ചെയ്യാം. ഇവിടെ പ്രധാനമായത് ഭക്തിയാണ്. ഭക്തിയില്ലാതെ നിങ്ങൾ എത്ര പൂജകൾ ചെയ്താലും ഫലമുണ്ടാകില്ല. അതുപോലെ ചിലർ രാവിലെ വിളക്ക് വെക്കാൻ തിടുക്കത്തിൽ എഴുന്നേറ്റ് കുട്ടികളോട് ദേഷ്യപ്പെട്ട് ഭക്ഷണം പാകം ചെയ്ത് പൂജ ചെയ്യാറുണ്ട്. അങ്ങനെ തീർച്ചയായും ചെയ്യരുത്. പൂജ നമ്മൾ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് ആദ്യം വീട്ടിലുള്ള എല്ലാവരുടെയും ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷം ശാന്തമായി പൂജ ചെയ്യുക. പൂജ എന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഭർത്താവും ഇടയ്ക്കിടെ വീട്ടിൽ പൂജ ചെയ്യണം. ദൈവസാന്നിധ്യത്തിൽ കുറച്ചുനേരമെങ്കിലും ചെലവഴിക്കണം. വീട്ടുജോലികളും പൂജയും എല്ലാം ഭാര്യമാരുടെ ചുമലിൽ മാത്രം വെക്കാതെ ഭർത്താക്കന്മാരും വീട്ടിൽ പൂജ ചെയ്യണം. പ്രത്യേകിച്ച് തിങ്കളാഴ്ച വീട്ടിൽ പുരുഷന്മാർ പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തിങ്കളാഴ്ച ദീപം കൊളുത്തുന്നവർ മാംസാഹാരം കഴിക്കരുത്. തിങ്കളാഴ്ച പലരും മാംസാഹാരം കഴിക്കില്ല. ചിലർ എന്താണിതെന്നോർത്ത് ദീപം കൊളുത്തി വീണ്ടും മാംസാഹാരം പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കഴിക്കരുത്. എന്നാൽ തിങ്കളാഴ്ച നിങ്ങൾ പൂർണ്ണമായും കഴിക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇനി ആ ശിവൻ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ വെക്കുക. നിങ്ങൾക്ക് ഒന്നും ലഭ്യമല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ഒരു വാഴപ്പഴമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മധുരമോ ഒന്നും ലഭ്യമല്ലെങ്കിൽ ഒരു ചെറിയ ശർക്കരക്ഷണമോ അല്ലെങ്കിൽ കൽക്കണ്ടം ചിപ്സോ ഉണ്ടല്ലോ, അവയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആകട്ടെ. ഇങ്ങനെ നമുക്ക് എന്തും നമ്മുടെ കഴിവിനനുസരിച്ച് സ്വാമിക്ക് നിവേദ്യം വെക്കണം. ഇങ്ങനെ ചെയ്താൽ ആ ശിവൻ വളരെ സന്തോഷിക്കും. ഇനി നാളെ തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടിയതുപോലെ ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രത്യേക ദീപാരാധന രീതിയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ വിശദമായി അറിയാം. ഈ പരിഹാരത്തിന് പിന്നിലുള്ള ആത്മീയ ശക്തി അപാരമാണ്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും പ്രകൃതിയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആദ്യമായി ഈ പരിഹാരത്തിന് ആവശ്യമായ വസ്തുക്കളുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മൺവിളക്ക് ഭൂതത്വത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഇത് നമ്മിലെ അഹങ്കാരം കുറച്ച് ഭക്തി വർദ്ധിപ്പിക്കുന്നു. ഇനി ഉമ്മത്തിൻകായുടെ കാര്യത്തിലേക്ക് വന്നാൽ അത് സാക്ഷാൽ പരമേശ്വരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫലമാണ്. ഉമ്മത്തിൻകായിലെ വിഷ് തത്വത്തെ ശിവൻ സ്വീകരിച്ച് നമുക്ക് അമൃതം പ്രസാദിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ഇതിന് പ്രതികൂല ശക്തിയെ ഇല്ലാതാക്കുന്ന അത്ഭുത ശക്തിയുള്ളത്. പശുവിൻ നെയ്യോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ദീപാരാധനയിൽ സാത്വിക ശക്തി നിറയ്ക്കുന്നു. ശർക്കര നമ്മുടെ ജീവിതത്തിൽ ദീപിനെ, അതായത് ശുഭകാര്യങ്ങളെ നൽകുന്നു. മഞ്ഞൾ, കുങ്കുമം, ചന്ദനം എന്നിവ ഐശ്വര്യത്തിനും പവിത്രതയ്ക്കും സൂചകങ്ങളായി പ്രവർത്തിക്കുന്നു. ഈ വസ്തുക്കളെല്ലാം ചേരുമ്പോൾ ഒരു അത്ഭുതകരമായ പോസിറ്റീവ് തരംഗം ഉണ്ടാകുന്നു. ഇത് നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം അകറ്റി സുഖ സന്തോഷങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിഹാരം ചെയ്യുന്ന രീതി വളരെ പവിത്രമാണ്, കൂടാതെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുമാണ്. ആദ്യം തിങ്കളാഴ്ച രാവിലെ കുളിച്ച ശേഷം പൂജാമുറി വൃത്തിയാക്കി ശിവന്റെ ചിത്രം വർണ്ണാഭമായ പുഷ്പങ്ങളാൽ മനോഹരമായി അലങ്കരിക്കണം. അതിനുശേഷം ഒരു വിളക്കെടുത്ത് അതിൽ മഞ്ഞൾ പുരട്ടി കുങ്കുമം തൊട്ട് തയ്യാറാക്കണം. ഈ വിളക്ക് ശിവന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് ഇപ്പോൾ യഥാർത്ഥ പ്രക്രിയ ആരംഭിക്കണം. ഒരു ഉമ്മത്തിൻകായ എടുത്ത് ശ്രദ്ധയോടെ മുറിച്ച് അതിനുള്ളിലെ വിത്തുകൾ പൂർണ്ണമായും നീക്കം ചെയ്യണം. ഉമ്മത്തിൻകായ ഒരു സ്വാഭാവിക വിളക്ക് പാത്രമാക്കി മാറ്റണം. അങ്ങനെ തയ്യാറാക്കിയ ഉമ്മത്തിൻകായകളിൽ പശുവിൻ നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് 2 തിരികൾ ചേർത്ത് ഒരു തിരിയാക്കി വെക്കണം. ആ തിരി കൊളുത്തിയ ശേഷം ആ വിളക്കിൽ അല്പം ശർക്കരപ്പൊടിയും ചന്ദനപ്പൊടിയും ചേർക്കണം. ഇങ്ങനെ ശർക്കരയും ചന്ദനവും എണ്ണയിൽ കലർത്തുന്നത് വഴി ഉണ്ടാകുന്ന സുഗന്ധവും ഊർജവും ശിവനെ പ്രസാദിപ്പിക്കും. അതിനുശേഷം ഉമ്മത്തിൻകായലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുകൾ വെച്ച് ആ വിളക്കിന്റെ അടുത്ത് എള്ളു വെച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമോ സങ്കല്പമോ ഭക്തിയോടെ പറയണം. ഈ ദീപാരാധന കഴിയുന്നത്രയും തിങ്കളാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ സൂര്യോദയ സമയത്തോ ചെയ്യുന്നത് ഉത്തമമാണ്. ഒരുപക്ഷേ രാവിലെ സാധിക്കാത്തവർക്ക് വൈകുന്നേരം പ്രദോഷകാലത്തും ചെയ്യാം.
ഈ ദീപം കൊളുത്തിയ ശേഷം നിങ്ങളുടെ മനസ്സിലെ ഭാരമെല്ലാം ഇറങ്ങിപ്പോയതായി തോന്നും. അടുത്ത ദിവസം, അതായത് ചൊവ്വാഴ്ച, ആ വിളക്ക് മാറ്റിവെച്ച് ഉപയോഗിച്ച ഉമ്മത്തിൻ കായും തിരികളും ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഒഴുകുന്ന വെള്ളത്തിലോ ഒഴുക്കിവിടണം. ഒരുപക്ഷേ അത് സാധിക്കാതെ വന്നാൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ മണ്ണ് മാറ്റി അതിൽ കുഴിച്ചിടുന്നത് വഴി ഒരു ദോഷവും ഉണ്ടാകില്ല, മാത്രമല്ല നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഭക്തിയോടെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ നീങ്ങുമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ പരിഹാരം ചെയ്ത് അടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ ഭാഗ്യം തെളിയും. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മഞ്ഞുപോലെ അലിഞ്ഞു പോകും. ശിവന്റെ അനുഗ്രഹം ലഭിച്ച് ഐശ്വര്യവാന്മാരാകും. ഈ ചെറിയ ശ്രമം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. അതിനാൽ എല്ലാവരും നാളെ തിങ്കളാഴ്ച ഈ പ്രത്യേക വിളക്ക് കൊളുത്തി നല്ല ഫലങ്ങൾ നേടുക. ഒരു മനോഹരമായ ഗ്രാമത്തിൽ രാമറാവു എന്നൊരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം പാൽ വ്യാപാരം ചെയ്ത് ജീവിച്ചു പോന്നു. രാമറാവുവിന് 2 പശുക്കളുണ്ടായിരുന്നു. അവയിലൊന്ന് ലക്ഷ്മി, മറ്റൊന്ന് ഗംഗ. ഈ ഗംഗ എന്ന പശുവിന് ശിവനോട് പറഞ്ഞറിയിക്കാനാവാത്ത ഭക്തിയുണ്ടായിരുന്നു. രാമറാവുവിന് ദൈവത്തിൽ ഒട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഗംഗ തന്റെ കൂട്ടുകാരിയായ ലക്ഷ്മിയോടൊപ്പം പുല്ല് തിന്നാൻ പാടത്തേക്ക് പോയിരുന്നു. ഒരു ദിവസം ലക്ഷ്മി പുല്ല് തിന്നുകൊണ്ട് പറഞ്ഞു, ഗംഗ, ഈ പുല്ല് എത്ര രുചിയുള്ളതാണ്, നീയും വേഗം വന്ന് കഴിക്കൂ. അതിന് ഗംഗ പറഞ്ഞു, ഇല്ല ലക്ഷ്മി, ഞാൻ ആദ്യം അമ്പലത്തിൽ പോയി മഹാശിവനെ പൂജിക്കണം, അതിനുശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കൂ. ലക്ഷ്മി ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്താ ഗംഗ, നമ്മളെപ്പോലുള്ള ജീവികൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലല്ലോ. അതിലുപരി നമ്മുടെ യജമാനൻ രാമറാവുവിന് ദൈവത്തെ ഒട്ടും ഇഷ്ടമല്ല. അദ്ദേഹം ഈ കാര്യം അറിഞ്ഞാൽ വളരെ ദേഷ്യപ്പെടും. ഇത്രയും നാളായി ആരും അറിയാതെ നീ എങ്ങനെയാണ് അമ്പലത്തിൽ പോകുന്നത്? അപ്പോൾ ഗംഗ ഒരു രഹസ്യം പറഞ്ഞു, ഞാൻ ഗ്രാമത്തിലെ വലിയ അമ്പലത്തിൽ പോകുന്നില്ല ലക്ഷ്മി. പാടങ്ങൾക്ക് അടുത്തായി ഒരു ചെറിയ കാടുണ്ട്. ആ കാട്ടിലെ ഒരു ഗുഹയിൽ ഒരു ചെറിയ ശിവലിംഗമുണ്ട്. ഞാൻ എല്ലാ ദിവസവും അവിടേക്കാണ് പോകുന്നത്. അവിടെയുള്ള ശിവലിംഗത്തെ ദർശിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ അവിടേക്കാണ് പോകേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് ഗംഗ പശുപാടങ്ങൾക്ക് അടുത്തുള്ള കാട്ടിലേക്ക് പോയി. ഗുഹയിലേക്ക് പോയി. ശിവനെ കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. സ്വാമി, ഇന്ന് എനിക്ക് ദർശന ഭാഗ്യം നൽകിയതിന് അങ്ങേക്ക് വളരെ നന്ദി. എന്റെ ഗർഭത്തിൽ വളരുന്ന ശിശുവിനെ കാത്തുരക്ഷിക്കണമേ. ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനും ശിവഭക്തി നൽകണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ഗംഗ ശിവലിംഗത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് അവിടെയുണ്ടായിരുന്ന ചില മനോഹരമായ പൂക്കൾ ശിവൻ സമർപ്പിച്ച് തന്റെ പൂജ പൂർത്തിയാക്കിയ ശേഷം ഗംഗ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ലക്ഷ്മി ഗംഗയെ കണ്ട്, അയ്യോ ഗംഗ, നീയെന്താ ഇത്ര വൈകിയെത്തിയത്? നിന്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ യജമാനൻ രാമറാവു ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് പലതരം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞാൻ മറുപടി പറയാതിരുന്നാൽ എന്നെ അടിക്കുമായിരുന്നു എന്നും പറഞ്ഞു. അതെ ലക്ഷ്മി, എന്നെ ക്ഷമിക്കൂ, ഇന്ന് അല്പം വൈകിയാണ് പൂജയ്ക്ക് പോയത്, അതുകൊണ്ട് വൈകിയെത്തി. ഇനി ഇത്ര വൈകില്ലെന്ന് ഗംഗ പറഞ്ഞു. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് സംഭവിച്ചു പോയില്ലേ, കുറഞ്ഞപക്ഷം ഇപ്പോൾ ഈ പുല്ല് തിന്ന് വിശപ്പടക്കൂ. നീ ഗർഭിണിയാണെന്ന് കാര്യം പൂർണ്ണമായും മറന്നുപോയെന്ന് തോന്നുന്നു. പൂജ ചെയ്തു കഴിഞ്ഞില്ലേ, ഇനി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗ പുല്ല് തിന്ന് വിശ്രമിച്ചു. മറുവശത്ത് രാമറാവു ഗ്രാമത്തിലെ എല്ലാവർക്കും പാൽ നൽകി വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ രംഗമ്മ അദ്ദേഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു. വരൂ രാമറാവു, ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. വേഗം കൈകളും കാലുകളും കഴുകി വരൂ, ഞാൻ ഭക്ഷണം വിളമ്പാം. നിങ്ങൾ കഴിച്ച ശേഷം എനിക്ക് പുറത്തു പോകണം എന്ന്
രംഗമ്മ പറഞ്ഞു. രാമറാവു ആശ്ചര്യത്തോടെ പുറത്തേക്ക്. എന്തിന് പുറത്ത് എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഇന്ന് ശ്രാവണ തിങ്കളാഴ്ചയാണത്രേ. എന്റെ സുഹൃത്തായ ലളിത വീട്ടിൽ ശിവപൂജ നടത്തുന്നുണ്ട്. വൈകുന്നേരം പൂജ തുടങ്ങും. പാവം ലളിത ഒറ്റയ്ക്ക് എല്ലാ ജോലികളും ചെയ്യില്ല. അല്പം സഹായത്തിനായി വരാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ലളിതയുടെ അടുത്തേക്ക് പോയി സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് രംഗമ്മ പറഞ്ഞു. രാമറാവു ദേഷ്യത്തോടെ ഇല്ല, നീ ലളിതയുടെ വീട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അയ്യോ, എന്തിനാണെന്താ അങ്ങനെ പറയുന്നത്? ലളിത എന്റെ നല്ല സുഹൃത്താണ്. നിങ്ങൾക്കും അറിയാമല്ലോ, ലളിത നമുക്ക് എത്രയോ തവണ പണവും നൽകി സഹായിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള എന്റെ സുഹൃത്ത് സഹായത്തിനായി വിളിച്ചാൽ ഞാൻ പോകാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറയൂ എന്ന് രംഗമ്മ ദുഃഖത്തോടെ ചോദിച്ചു. സത്യമാണ്, ലളിത എത്രയോ നല്ലവളാണ്. എത്രയോ തവണ നമുക്ക് പണവും നൽകി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ദൈവത്തോട് ഒട്ടും താൽപ്പര്യമില്ല. ദൈവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. നീ എന്റെ ഭാര്യയായതുകൊണ്ട് നീയും ദൈവീക കാര്യങ്ങളിൽ പങ്കെടുക്കരുത്. അതുകൊണ്ട് നീ പൂജയ്ക്ക് പോകാൻ പാടില്ല. പൂജയുമായി ബന്ധപ്പെട്ട ജോലികളിൽ സഹായിക്കാനും പാടില്ല എന്ന് രാമറാവു തന്റെ ഭാര്യ രംഗമ്മയോട് കർശനമായി പറഞ്ഞു. രംഗമ്മയ്ക്ക് വളരെ സങ്കടം തോന്നി. ഇതെല്ലാം തൊഴുത്തിലുള്ള ലക്ഷ്മി, ഗംഗ പശുക്കൾ കേൾക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അത്ഭുതത്തോടെ പറഞ്ഞു, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഈ യജമാനൻ ദൈവത്തോട് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്? ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മതി, ഉടൻ തന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങും. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഗംഗ പറഞ്ഞു, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു ദിവസം നമ്മുടെ യജമാനൻ തന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കാര്യം എന്താണെന്നു വെച്ചാൽ, നമ്മുടെ യജമാനൻ ചെറുപ്പത്തിൽ തന്നെ തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയത്രേ. അപ്പോൾ മുതൽ അദ്ദേഹം ആ ദൈവത്തെ വെറുക്കാൻ തുടങ്ങി. ആ ദൈവമാണ് തന്റെ മാതാപിതാക്കളെ തന്നിൽ നിന്ന് അകറ്റിയതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതൊരു വലിയ തെറ്റല്ലേ ഗംഗ? ദൈവം ആർക്കും അന്യായം ചെയ്യില്ലല്ലോ എന്ന് ലക്ഷ്മി പറഞ്ഞു. ആ കാര്യം നമുക്കറിയാം, പക്ഷേ ഈ മണ്ടന്മാരായ മനുഷ്യർക്ക് എങ്ങനെ അറിയാനാണ് എന്ന് ഗംഗ പറഞ്ഞു. അങ്ങനെ ഗംഗയും ലക്ഷ്മി പശുക്കളും സംസാരിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ലക്ഷ്മി പശു ഉറക്കമുണർന്ന് ഗംഗ പശുവിനെയും ഉണർത്തി. മറുവശത്ത് രാമറാവു പാൽ കറന്ന് അവയെ ഗ്രാമത്തിലുള്ളവർക്ക് നൽകാൻ പോയി. ഇതാ ഗംഗ, ഉടൻ തന്നെ അമ്പലത്തിൽ പോയി തിരിച്ചുവാ. ഞാൻ നിനക്കു വേണ്ടി കാത്തിരിക്കും. അല്പം ശ്രദ്ധിച്ചു പോകണം, കാരണം ഇപ്പോൾ നീ ഗർഭിണിയാണ്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണെങ്കിലും നീ ആ കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞു. ഇല്ല ഇല്ല, ഞാൻ ആ കാര്യം ഒരിക്കലും മറന്നിട്ടില്ല. എല്ലാം ഓർമ്മയുണ്ട്. സത്യത്തിൽ എന്റെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ മഹാദേവന്റെ അടുത്തേക്ക് പോകുന്നത്. അദ്ദേഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ശിവഭക്തി ഉണ്ടാകണമെന്ന് എന്ന് ഗംഗപശു ലക്ഷ്മിയോട് പറഞ്ഞു. കാട്ടിലുള്ള ഗുഹയിലേക്ക് പോയി ശിവലിംഗത്തിന് പ്രദക്ഷിണം ചെയ്യുകയായിരുന്നു. മറുവശത്ത് രാമറാവു വീടുകൾ തോറും പോയി പാൽ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി രാമറാവുവിനോട് പറഞ്ഞു, രാമറാവു, നിനക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്നലെ രാവിലെ ഞാൻ നിങ്ങളുടെ പശുവിനെ കാട്ടിലേക്ക് പോകുന്നത് കണ്ടു. രാമറാവു ദേഷ്യത്തോടെ പറഞ്ഞു, ആരെയാണ് കണ്ടതെന്ന് നിങ്ങൾ ആരെയാണ് വിചാരിച്ചത്? എന്റെ പശു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും പോകില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാകും. ഞാൻ ആഹാരം പോലും വീടിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എന്റെ പശു പുറത്തേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് പറയൂ എന്ന് അയാൾ പറഞ്ഞു. അയ്യോ ഇല്ല, ഞാൻ നിന്നോട് എന്തിനാണ് കള്ളം പറയുന്നത്? ഇന്നലെ കൃത്യം ഇതേ സമയത്ത് നിന്റെ പശുക്കളിൽ ഒരു പശു കാട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. വേണമെങ്കിൽ ഇപ്പോൾ നീ വീട്ടിൽ പോയി നോക്കൂ, തീർച്ചയായും ഒരു പശു മാത്രമേ അവിടെ ഉണ്ടാകൂ എന്ന് ആ വ്യക്തി പറഞ്ഞു.
ആ വ്യക്തിയുടെ വാക്കുകൾ രാമറാവുവിന് സംശയം ഉണ്ടാക്കി. രാമറാവു ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി. ഗോശാലയിൽ ഒരു പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ലക്ഷ്മി, ഗംഗ എവിടെ പോയി? ഗംഗ വീട്ടിലില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. ലക്ഷ്മി ഭയത്തോടെ തനിക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ തലയാട്ടി. ഇത് കണ്ട രാമറാവുവിന് വളരെ ദേഷ്യം വന്ന് ലക്ഷ്മി പശുവിനെ അടിച്ചു. രാമറാവു അതിനുശേഷം ആ വ്യക്തി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നേരെ കാട്ടിലെ ഗുഹയിലേക്ക് പോയി. അവിടെ ഗംഗ ശിവൻ പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ട് ഇതാണല്ലേ കാര്യം? എത്ര ദിവസമായി ഇത് നടക്കുന്നു? എങ്കിലും നിനക്കറിയാമല്ലോ എനിക്ക് ഈ ദൈവത്തെ ഇഷ്ടമല്ലെന്ന് എന്ന് ദേഷ്യത്തോടെ അലറി ഗംഗ പശു. അങ്ങനെ നിന്നു. രാമറാവു കൂടുതൽ ദേഷ്യപ്പെട്ട്, എല്ലാ ദിവസവും ഞാൻ നിനക്ക് ഭക്ഷണം നൽകണം. നിനക്ക് അസുഖം വന്നാൽ ഞാൻ തന്നെ നിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. നീ ഇപ്പോൾ ഗർഭിണിയാണ്. അതുകൊണ്ട് നിന്നെ കൂടുതൽ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നു. പക്ഷേ നീയോ എന്റെ വാക്കുകൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഒരു വടിയെടുത്ത് ഗംഗ പശുവിനെ അടിക്കാൻ തുടങ്ങി. ഗംഗ പശു ഉറക്കെ നിലവിളിക്കുന്നു. അപ്പോഴേക്കും ശിവലിംഗത്തിൽ നിന്ന് മഹാശിവൻ പ്രത്യക്ഷപ്പെടുന്നു. മഹാശിവൻ വളരെ ദേഷ്യത്തിലായിരുന്നു. എത്ര ധൈര്യമുണ്ട് നിനക്ക് എന്റെ ഭക്തയെ ദ്രോഹിക്കുമോ? പശുവിനെ, അതും ഗർഭിണിയെ, ഇങ്ങനെ ഉപദ്രവിക്കരുതെന്നുള്ള അറിവ് പോലും നിനക്കില്ലേ? നീ ഒരു മണ്ടനാണ്. കർമ്മത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നിന്നെപ്പോലെ മണ്ടത്തരം പറയുന്നത്. നിന്റെ മാതാപിതാക്കൾ അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി മരിച്ചു. പക്ഷേ നീയാകട്ടെ ഞാനാണ് അവരെ കൊന്നതെന്ന മട്ടിൽ സങ്കൽപ്പിക്കുന്നു. ഏതൊരു വ്യക്തിയും തന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനിക്കുന്നത്. കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മരണവും സംഭവിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവൻ ഒരു മണ്ടനാണ്. അങ്ങനെ മഹാശിവൻ രാമറാവുവിനെ ശാസിച്ചു. മഹാശിവന്റെ വാക്കുകൾ കേട്ട രാമറാവുവിന് ബുദ്ധി ഉണ്ടായി. താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നാൾ ഞാൻ മണ്ടത്തരം കാരണം നിങ്ങൾക്ക് ദൂരമായി. സ്വാമി, ദയവായി എന്നെ ക്ഷമിക്കൂ. അത് മാത്രമല്ല, ഞാൻ ഈ ഗംഗയെ ഇത്രയും ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു. ഗംഗ എന്നെ ക്ഷമിക്കൂ എന്ന് പശ്ചാത്താപത്തോടെ അപേക്ഷിച്ചു. മഹാശിവൻ രാമറാവുവിനെ ക്ഷമിച്ചു. ഇനി പശുക്കളെ ഉപദ്രവിക്കരുത്, അതുപോലെ ഭക്തരെയും ഉപദ്രവിക്കരുത്. ദൈവത്തിന് പൂജ ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ ഭക്തൻ മാത്രം ഒരിക്കലും ദോഷം വരുത്തരുത് എന്ന് ഉപദേശിച്ച അവിടെ നിന്ന് മഹാശിവൻ അപ്രത്യക്ഷനായി. അന്ന് മുതൽ രാമറാവു മഹാശിവൻ പൂജകൾ ചെയ്യാൻ തുടങ്ങി. ഇനി ഗംഗയും നിത്യവും മഹാശിവനെ പൂജിച്ചുകൊണ്ടിരുന്നു. രാമറാവുവിന്റെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനായും ഭക്തനായും മാറ്റി. ആമസോണിൽ മികച്ച ഡിസ്കൗണ്ടുകൾക്കായി വീഡിയോ വിവരണത്തിൽ ലിങ്ക് ഉണ്ട്, കാണുക. അതുപോലെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.